വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 165/2024, അതായത് 2024 പത്തനംതിട്ട, കണ്ണൂര്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ നടന്നിട്ടുള്ള LGS ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വിശകലനമാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഇന്ന് 24ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 6 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റഡ് ആക്കും. ആ 30 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള എത്ര ചോദ്യങ്ങൾ? 80 ചോദ്യം വെച്ച് 2400 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ അപ്പൊ പഠിച്ചു കഴിയും. അപ്പൊ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും ഇല്ല, ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും മാത്രം. അതായത് ഇപ്പോ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. അത് പലരുടെയും കമന്റ് ബോക്സിലെ പലരുടെയും കമന്റ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ആ ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിച്ചു മുന്നേറുക കേട്ടോ. അടുത്ത് നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നത് ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രസ്താവനയാണ് ഇത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കണേ. അതായത് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഫൈസാബാദും അതുപോലെ തന്നെ ലക്നൗ, ഇത് രണ്ടും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ടീച്ചർ ഹോട്ട് ടോപ്പിക്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും ഇവിടെ അതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകമാണ് അല്ലെ. അടുത്ത ചോദ്യം ഏതാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിച്ച സംഘടനയുടെ പേര് അലിഗഡ് പ്രസ്ഥാനം എന്നാണ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറാദുൽ അക്ബർ അതുപോലെ തന്നെ സംവാദ് കൗമുദി എന്ന 2 പത്രങ്ങളാണ്. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെയാണ്. കാരണം മലബാർ മേഖലയിൽ, കോഴിക്കോട് ഏരിയയിലൊക്കെ നമ്മുടെ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി. 7ാമത്തെ ചോദ്യം, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ് കുറിച്യർ കലാപം എന്ന് നമുക്കറിയാം. ആ കുറിച്യർ കലാപത്തിന്റെ കാരണം ചോദിച്ചിട്ട് PSC ഇത് ഡിലീറ്റ് ചെയ്തേക്കാണ്. നമുക്കറിയാം, അതായത് കുറിച്യർ കുറുമ്പർ വിഭാഗത്തിലുള്ള, വയനാട്ടിലുള്ള കുറിച്യർ കുറുമ്പർ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ മേല് കൂടുതൽ നികുതി ചുമത്തിയതാണ് ബ്രിട്ടീഷുകാർ അല്ലെ, കുറിച്യർ കലാപത്തിന് കാരണമായതെന്ന് അറിയാം അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ആ ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയാണ് എന്ന് ഓർക്കണം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹത്തിന്റെ പേര് വൈക്കം സത്യാഗ്രഹം എന്നാണ്. ഇദ്ദേഹത്തെയാണ് നമ്മൾ പെരിയോർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യമാണ്, ഡിലീറ്റഡ് ആണ്, പക്ഷെ നമുക്ക് പഠിക്കണം. കേരളത്തിലെ ആദ്യത്തെ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും അത് ഭരണം നടത്തിയിരുന്നത് ഏഴിമല പയ്യന്നൂർ പ്രദേശത്താണ്. ഈ പ്രദേശം പിന്നീട് കോലത്തുനാട് എന്ന പേരിൽ പ്രസിദ്ധമാകുകയും ചെയ്തു. അപ്പൊ ഏഴിമല പയ്യന്നൂർ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പിന്നീടല്ലേ കോലത്തുനാടായത്. അതുകൊണ്ടായിരിക്കാം ഇത് ഡിലീറ്റ് ചെയ്തത് അല്ലെ. അടുത്തത്, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആര്? അതെന്താണെങ്കിൽ ഇതും ഡിലീറ്റഡ് ആണ്. കാരണം വർഷം കൊടുത്തിട്ടില്ല. 2024 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി എന്നാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാമായിരുന്നു? ദിവ്യ ദേശ്മുഖ് എന്ന ഉത്തരം കൊടുക്കാമായിരുന്നു. അപ്പൊ ക്ലിയർ ആയില്ലേ? അടുത്തത്, 2024 G7 ഉച്ചകോടി എവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം. അത് നടന്നത് ഇറ്റലിയിലാണ്. ഇനി 2025 എവിടെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ കാനഡയിലാണ്. അത് 51ാമത്തെ G7 ഉച്ചകോടിയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 24 ആണ്.
അടുത്തത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ സമീപിക്കുന്നത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയുമാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ആരാണ് ഹൈക്കോടതിയും ഒരു പൗരന് മൗലികാവകാശം നഷ്ടപ്പെട്ടാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിട്ടുകൾ എന്ന് വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവുമാണ്. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമ നിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭേദഗതി 2023 നിലവിൽ വന്നതാണ്. ഇത് 106ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അതുപോലെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. ഈ നിയമ നിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി എന്നതിന് പകരം എന്ത് വെക്കാം? നാരി ശക്തി വന്ദൻ അധീനിയം എന്ന പേരും വെക്കാം. അങ്ങനെ വെച്ചാലും എന്തുതന്നെയാണ്? ശരിയാണ്. അടുത്തത് നോക്കൂ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരതയോടുകൂടിയ വളർച്ച, അതുപോലെ തന്നെ സ്വാശ്രയത്വം തുടങ്ങിയവയാണ്. 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരണേ. 19 സ്വാതന്ത്ര്യാനന്തര നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയാണ്? സൈനിക നടപടിയും ലയനക്കരാറും അനുരഞ്ജനവും 3മുണ്ട്. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യം എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി നമ്മൾ കമ്മീഷനുകളില് എല്ലാ കമ്മീഷനും സർജന്റ് കമ്മീഷൻ ആയാലും കോത്താരി കമ്മീഷൻ ആയാലും അതുപോലെ രാധാകൃഷ്ണ കമ്മീഷൻ ആയാലും അല്ലെ എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. ആ കമ്മീഷന്റെ ശുപാർശകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചത്. ഇത് PSC ഡിലീറ്റ് ചെയ്തതാണ്. ശുപാർശകൾ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യത്തിന്റെ പേര് അല്ലെ, സഞ്ചാര പദ്ധതിയുടെ പേര് ഗഗൻയാൻ എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? 22ാമത്തെ ചോദ്യം 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി 23ാമത്തെ ചോദ്യം 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? മനു ബാക്കറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 25 ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്ട്രീൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരയിലാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ്. പാമ്പാടുംചോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 2003 ലോകരാജ്യങ്ങളുടെ വിസ്തൃതിയിൽ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക വിസ്തൃതിയുടെ 2.42% ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളോ. അടുത്ത ചോദ്യം എത്രാമത്തെ ചോദ്യം? 30ാമത്തെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മമ്മൂട്ടിയാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. അടുത്ത ചോദ്യം കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിൽ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. അടുത്തത് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ P ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര് എന്നാണ് പറയുന്നത്? ആരാണ്? സുമതിയാണ്. അപ്പോ മല്ലി, രേഷ്മ, കിരൺ എന്നിവരൊക്കെ അതിലെ കഥാപാത്രങ്ങളാണ്. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ടയാണ്. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർത്തെഴുതുക. എവിടെയാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്? എവിടെയാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്? കക്കയത്താണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. അടുത്തത് ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്നത് എവിടെയാണ്? ചിന്നാറിലാണ് ചാമ്പൽ മലയണ്ണാൻ. സിംഹവാലൻ കൊഴുങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലും വരയാടുകളെ കാണപ്പെടുന്നത് ഇരവികുളത്തുമാണ്. അടുത്തത് 41. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇവ എല്ലാം തന്നെ ശരിയാണ്. 42ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഇതില് 2ഉം 4ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹീരാക്കുഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ ട്ടോ. ഇനി അടുത്തത് 43ാമത്തെ ചോദ്യമാണ്. 43ാമത്തെ ചോദ്യം PSC എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തോളോ? കമന്റ് ചെയ്തോളോ. ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? 44. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായി ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്താണ്? 44 1ഉം അതുപോലെ തന്നെ 3ഉം. ഏതാണ് 1ഉം 3ഉം? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. തെറ്റ്. ഉപരാഷ്ട്രപതി അധ്യക്ഷ വഹിക്കുന്ന സഭ. ഇത് രണ്ടുമാണ് ലോക്സഭയുമായി ബന്ധപ്പെട്ട എന്താ ബന്ധമല്ലാത്ത പ്രസ്താവന എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അല്ലല്ലോ, അല്ല. ഇനി അടുത്ത ചോദ്യം എന്താണ്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ട്ടോ. സാമ്പത്തിക വളർച്ചയുടെ പ്രത്യേകത ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രത്യേകതയാണ്. ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അതിന്റെ അളവുകോല്. ശ്രദ്ധിച്ചോളോ. സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നതാണ്. വളർച്ച ഹ്രസ്വ കാലയളവിൽ സംഭവിക്കുന്നതാണ്. ഇത്രയാണ് സാമ്പത്തിക വളർച്ചയുടെ പ്രത്യേകത. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഒന്നും കൂടെ പറയാണ്. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവാണ് സാമ്പത്തിക വളർച്ച. ദേശീയ വരുമാനത്തിന്റെ വളർച്ചയാണ് അളവുകോലായി കണക്കാക്കുന്നത്. സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു. ഹ്രസ്വ കാലയളവിൽ വളർച്ച സംഭവിക്കുന്നു. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ്. ഇത് 46ആണ് ചോദ്യം. 46 വരാഹമിഹിരന്റെ ലഘുജാതകം. 1ന്റെ ആൻസർ ബി. 2 കാളിദാസന്റെ വിക്രമോർവശീയം. 2ന്റെ ആൻസർ എ. വിശാഖദത്തന്റെ മുദ്രരാക്ഷസം. ശൂദ്രകന്റെ മൃച്ഛകടികം. ശരിക്കും നമുക്കിത് LGS നമുക്ക് ഏൻഷ്യന്റ് ഇല്ല, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നിവൃത്തിയില്ലല്ലോ. അടുത്ത ചോദ്യം എന്താണ്? അവര് പറയണില്ല കേട്ടോ ഒരിക്കലും ഇത് സിലബസില്. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഏത് വാഹന? PSLV-C 57 ആണ് അല്ലെ? എ ആണ്, ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം എന്താണ്? സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആരാണ് സമൂഹശാസ്ത്രത്തിന്റെ പിതാവ്? അഗസ്റ്റ് കോംതെ എന്ന് പറയുന്ന വ്യക്തിയാണ്. 49 ഫിഫ 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും മണ്ണും വെള്ളവും എന്താണ്? ജീവന്റെ ഉറവിടം എന്നതാണ്. ഇത് 2023 ലോക ഏത് ദിനത്തിന്റെ സന്ദേശമാണെന്ന്? എന്താണ്? മണ്ണ് ദിനത്തിന്റെ സന്ദേശം തന്നെയാണ്. ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് നമ്മൾ പഠിച്ചത്. എപ്പോഴത്തെ? നമ്മുടെ 2023. അപ്പൊ നമ്മള് ഒന്ന് ലോക ജലദിനം എത്രയാണ്? ജലദിനം എന്നാണ്. ജലദിനം
മാർച്ച് 22 ജലദിനം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ജലദിനം മാർച്ച് 22. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം കേട്ടോ. അതുപോലെ തന്നെ കാലാവസ്ഥാ ദിനം മാർച്ച് 23. കാലാവസ്ഥാ ദിനം മാർച്ച് 23. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാം. എന്താ മാർച്ച് 23 കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? 51ാമത്തെ ചോദ്യം. 51. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലെ. അദ്ദേഹം പോർച്ചുഗൽകാരനാണ്. 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്ലോഡിയ ഗാർഡിൻ അല്ലെ. അടുത്തത് 53ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതാണ്? ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഒക്കെ ശരിയാണ് കേട്ടോ. 54 എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏതാണത്? ഇത്രയും എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ് അല്ലെ. എന്തിന്റെയാണ്? വൈറ്റമിൻ എയുടെ അപര്യാപ്തതയാണ്. അടുത്തത് എന്താണ്? കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് എന്താ പറയാ, PSC ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ നമ്മള് അത് വിട്ടുകളയാം കേട്ടോ. ഭൂരിഭാഗവും കേരളത്തില് മൊത്തത്തില് എന്താണ്? കൂടുതലും നാണ്യവിളകളാണ്. കശുമാവ്, റബ്ബർ, കുരുമുളക്, തെങ്ങ്, ഏലം, തേയില, കാപ്പി അങ്ങനെയുള്ള നാണ്യവിളകളിൽ നിന്നാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ എന്ത് ലഭിക്കുന്നത്? വരുമാനം ലഭിക്കുന്നത്. അത് കൂടുതലും കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ദേശീയ വനനയം നിലവിൽ വന്ന 1988 ദേശീയ വനനയം. റെഡ് ഡാറ്റ ബുക്ക് അല്ലെ ആരാണ് പ്രസിദ്ധീകരിക്കണേ? IUCN പ്രസിദ്ധീകരിക്കുന്നതാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് നമുക്ക് അറിയാം. അടുത്ത 2024 ലോക പരിസ്ഥിതി ദിന സന്ദേശത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം 58 ഏതാണ്? സൗദി അറേബ്യ ആണ്. ഇനി 2025 ചോദിക്കണേ വെച്ചാ 25 സൗത്ത് കൊറിയയാണ്. 2025 സൗത്ത് കൊറിയ. അടുത്തത് എത്രയാണ്? 59ാമത്തെ ചോദ്യമാണ് അടുത്തത്. 59ാമത്തെ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചേ? രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി എന്താണ്? സിംബാബ്വെ അല്ലെ. ആരാണ്? സിംബാബ്വെ. ഇതേ ചോദ്യം തന്നെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. പുറത്തിറക്കിയ കറൻസിയുടെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ZIG സിഗ് ആണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറിയുപ്പിന്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ് അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ രൂപത്തെ എന്ത് വിളിക്കുന്നു? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ രൂപത്തെ നമ്മൾ രാസോർജം എന്ന് വിളിക്കുന്നു. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 63ാമത്തെ ചോദ്യം എന്താണ്? എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന ചെറുകണൽ കൊണ്ടാണ്. ശരിയാണല്ലോ. വിവിധ മൂലകങ്ങളും ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നു. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നു. അതും ശരിയാണല്ലോ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ ആറ്റത്തെ കുറിച്ചുള്ള എല്ലാ പ്രസ്താവനയും ശരിയാട്ടോ. അപ്പൊ എല്ലാം ശരിയാണെന്നുള്ളതാണ്. ഇനി ആറ്റോമിക് സിദ്ധാന്തത്തിന്റെ ആളാരാണ്? ജോൺ ഡാൾട്ടൺ ആണ് അല്ലെ. എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാ. 64ാമത്തെ ചോദ്യം എന്താ? എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരുകളും ധാതുക്കളും തമ്മിൽ ബന്ധമില്ല. ഏതാണ് ശരി? 2 മാത്രം അല്ലെ. ഓപ്ഷൻ A ആണ് ശരി. 2 മാത്രമാണ് ശരി ട്ടോ. ഇനി 65ാമത്തെ ചോദ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. എത്രയോ അധികം ഞാൻ 2023 24 25 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ 2026 ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒക്കെ 2026 ഒരു മാർച്ച് വരെയുള്ളത് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പറുകള് ലാസ്റ്റ് ഗ്രേഡില്
അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കറണ്ട് അഫയേഴ്സിന്റെ ഒരു 107ഓളം വീഡിയോ ഉണ്ട്. ഒരെണ്ണത്തിൽ ഒരു 25-30 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ വീഡിയോ മാത്രമേ ഞാൻ 100 ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. കാരണം അത് വിട്ടൊരു കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ അത്രയധികം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അന്ന് റിപ്പീറ്റ് ചെയ്തത് ഒന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്ത കേട്ടോ. 2023 രസതന്ത്ര നോബൽ എത്ര പേർക്ക് ലഭിച്ചത്? 3 പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം മലമ്പനിയാണ്. ഏതാണ് പ്രോട്ടോസോവ രോഗം? മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? EEG. മസ്തിഷ്കാവുമ്പോ EEG ആണ് കേട്ടോ. രോഗകാരികളായ ജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിക്ക് വിളിക്കുന്ന പേരെന്താണ്? KARSAP എന്നാണ്. KARSAP. കേരള എന്താണ്? ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ്. 2018 ഒക്ടോബർ മാസത്തിലാണ് ഇത് നാടിന് സമർപ്പിക്കപ്പെട്ടത്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയുടെ പേരാണ് കാർസാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോ WHO സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷിയുള്ള ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കേരളം ഈ പദ്ധതി നടപ്പിലാക്കിയത് കേട്ടോ. ഇനി അടുത്തത് 72. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശ ദ്രവ്യ പാത ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റ. എന്താണ്? പ്ലാസ്മോഡെസ്മേറ്റ എന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി എന്താണ്? ഏതാണ്? നഗ്ലേറിയ ഫൗലേറി എന്നതാണ്. അടുത്തത് 74. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ് എന്നാണ്. ഇത് ഇന്ത്യയിൽ ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2010 ഈ പദ്ധതിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ PSC ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ അടുത്ത ചോദ്യം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലത്തിന്റെ പേര് എന്താണ്? പ്ലൂറ എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? 76. ഇതായി പറയുന്നവയിൽ പോർട്ടൽ സിരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. പ്രസ്താവന 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉം ഏതാണ്? പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 77. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കിന്റെ പേര് എവിടെയാണ്? അല്ലെങ്കിൽ അത് എവിടെയാണ്? നിലമ്പൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് ഏതാ? നിലമ്പൂര്. 78. എന്താണ് 78ാമത്തെ ചോദ്യം? ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പൊ ഇത് എന്താ പറയുന്നത്? ഓരോന്നും 2024, 2022 അങ്ങനെ ഓരോന്നും ഓരോ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2022 എംപോക്സ്, 2024 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എംപോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും നമുക്ക്. പക്ഷെ ഇവിടെ നമ്മള് എന്താ പറയുന്നത്? ഈ സംഭവം വർഷം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും PSC ഇതിവിടെ ക്യാൻസൽ ചെയ്തേക്കണേ കേട്ടോ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കണേ. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത് ആസാമിലാണ് കേട്ടോ. അടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. അപ്പോ 80 ചോദ്യം പഠിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി പറഞ്ഞു അല്ലേ? അതായത് ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിച്ചത്. ഇനി 6 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. 6 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പഠിച്ചു കഴിയുമ്പോൾ LGS മോഡലുള്ള ഒട്ടുമുക്കാൽ ഭാഗം ക്വസ്റ്റ്യൻ പേപ്പറും ഒരു 95% ക്വസ്റ്റ്യൻ പേപ്പറും ടീച്ചറുടെ കണ്ണിപ്പെട്ടത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഇനി കണ്ണിപ്പെടാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുകയും ചെയ്യും. കാരണം നിങ്ങൾ ഫുൾ മാർക്ക് നേടി പാസ്സാവണം എന്നുള്ളത് എന്റെയും കൂടി ഒരു ആഗ്രഹമാണ്. ഞാൻ എടുക്കുന്ന ഈ എഫർട്ടിന് റിസൾട്ട് കിട്ടുന്നത് നിങ്ങളുടെ ജോലിയാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.